ACC എക്സാംസ് അടുത്ത് വരികയാണല്ലേ. മനസ്സിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടോ? ഡോണ്ട് വറി, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ACC സ്റ്റുഡൻസ് കോമൺ ആയി ചെയ്യുന്ന 3 മിസ്റ്റേക്സിനെ കുറിച്ചാണ്. ഈ മിസ്റ്റേക്സ് ഒഴിവാക്കിയാൽ എക്സാമിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. മിസ്റ്റേക്ക് നമ്പർ 1, ഫോക്കസ് മോർ ഓൺ തിയറി. എക്സാംസ് എടുക്കുമ്പോൾ നോർമലി സ്റ്റുഡൻസ് ചെയ്യുന്നൊരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കുകൾ വീണ്ടും വീണ്ടും വായിക്കും. പക്ഷേ ACC എക്സാംസിൽ ഇത് മാത്രം പോരാ. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. നിങ്ങൾ ഒരുപാട് തിയറി പഠിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് പ്രധാനം. പക്ഷേ അതിന് വെറുതെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എനിക്ക് ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ശരിക്കും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. ACC എക്സാംസിൽ ന്യൂമറിക്കൽ പാർട്ട് മാത്രം ശരിയാക്കിയാൽ പോരാ, നിങ്ങൾക്ക് എക്സലിലും വേർഡിലും ശരിയായി ടൈപ്പ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും കഴിയണം. ആൻസേഴ്സ് ജസ്റ്റിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും പ്രാക്ടീസ് തന്നെ ചെയ്യണം. ACC തന്നെ ഇതിനായിട്ടൊരു പ്രാക്ടീസ് പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. എങ്ങനെയാണോ നിങ്ങൾ റിയൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 2, ടൈം മാനേജ്മെന്റ്. ഒരുപാട് സ്റ്റുഡൻസ് 48 മാർക്സ് ഒക്കെ സ്കോർ ചെയ്തിട്ട് എക്സാം ഫെയിൽ ആവാറുണ്ട്. ഇതിന് പിന്നിലെ പ്രധാന റീസൺ അവർ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തില്ല എന്നതാണ്. സോ കംപ്ലീറ്റിംഗ് ഓൾ 100 മാർക്സ് ഈസ് യുവർ ടോപ്പ് പ്രയോറിറ്റി. ഒരു മാർക്കിന് ഏകദേശം ഒരു 1.95 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 18 മിനിറ്റ് ആണ് നിങ്ങൾക്ക് മാക്സിമം ടൈം ഉള്ളത്. ആ ഒരു ടൈം കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ദെൻ അത് അവസാനം എടുക്കുക. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നത് പരീക്ഷയിൽ വിജയിക്കാനുള്ള നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. മിസ്റ്റേക്ക് നമ്പർ 3, സ്കിപ്പിംഗ് മോക്ക് എക്സാംസ്. മോക്ക് എക്സാംസ് എടുക്കണമെന്ന് എല്ലാവരും പറയും, പക്ഷെ കുറച്ചു പേർ മാത്രമേ ശരിക്കും അത് ചെയ്യാറുള്ളൂ. നിങ്ങൾ കുറഞ്ഞതൊരു 3 മോക്ക് എക്സാംസ് എങ്കിലും റിയൽ എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കണം. അതിനായിട്ടൊരു 3 മണിക്കൂറും 15 മിനിറ്റ്സും ഒരു മുറിയിൽ അടച്ചിരുന്ന് ലാപ്ടോപ്പിൽ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആദ്യം റിക്വയർമെന്റ് നോക്കുക. ACC എക്സാമിൽ സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ റിക്വയർമെന്റ് ആ ഒരു ക്വസ്റ്റ്യന്റെ അവസാനമായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ കേസ് സ്റ്റഡി ആയിരിക്കും. സോ നിങ്ങൾ ആദ്യം ഈ ഒരു എക്സാം റിക്വയർമെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാകും. അപ്പോൾ കേസ് സ്റ്റഡി വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളുടെ ടൈം ഒരുപാട് ലാഭിക്കും. ഇനി മോക്ക് എക്സാം കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആൻസർ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. മോക്ക് എക്സാമിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എന്തായാലും അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് സെൽഫ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 50 മാർക്സ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്? നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്? അത് ടൈം മാനേജ്മെന്റ് ആണോ, അതെയോ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റാത്തതാണോ, അതെയോ ഏതെങ്കിലും കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതാണോ? ഈ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി റിവൈസ് ചെയ്യുക. അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അടുത്ത മോക്ക് എക്സാംസ് എടുക്കുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഒരു 3 മോക്കൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അതുകൊണ്ട് തന്നെ റിയൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊരു 4ാമത്തെ മോക്ക് എക്സാം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം പാസ്സാവാനുള്ള ചാൻസ് ഇതിലൂടെ കൂടും. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള യൂസ്ഫുൾ ACC അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.